من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد. ഏറ്റവും സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ കരുണക്കടലായ അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പരമാവധി കാത്തു സൂക്ഷിക്കണമെന്നുള്ള വസിയ്യത്ത് എന്നോടെന്ന പോലെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. പരിശുദ്ധമായ കഅബയിൽ അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായ മഹത്തായ ഇബാദത്തുകൾ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അനുഷ്ഠാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഹാജിമാർ, റഹ്മാനായ റബ്ബേ, മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യുവാൻ നീ തുണക്കണേ അല്ലാഹ്. ഹജ്ജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് എത്രയും വേഗം പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് കഅബത്തിൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യുവാൻ റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് തുണ നൽകണമേ. 10 രാവുകൾ കഴിഞ്ഞുകൊണ്ടാണ് നാം ഈദാഘോഷം മഹത്തായ ഈ ഇബാദത്തിൽ പങ്കെടുക്കുന്നത്. സഹോദരങ്ങളെ, ലോക മുസ്ലിംകൾ ഇന്ന് പരീക്ഷണങ്ങളിലാണ്. നൊമ്പരങ്ങളും നെടുവീർപ്പുകളും മാറാത്ത നമ്മുടെ അവസ്ഥ, നിസ്സഹായതയുടെയും നിരാലംബതയുടെയും ഫലസ്തീൻ, സമ്പന്നതയുടെയും സന്തോഷത്തിന്റെയും നാടുകളായ GCC ഇന്ന് അസമാധാനത്തിന്റെയും അശാന്തിയുടെയും വിത്തുകൾ പാകിക്കൊണ്ട് വലിയ ഒരു പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും കൂടി കടന്നു പോവുകയാണ്. സഹോദരങ്ങളെ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നാം ഈദ് മുസല്ലയിൽ വെച്ചുകൊണ്ട് ആദ്യമായി നാം ചെയ്യുന്നത്. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനൽ മഗ്ലൂമീന ഫീ കുല്ലി മകാൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനനാ ഫീ ഫലസ്തീൻ. അല്ലാഹുമ്മ കുൻ ലഹും നാസിറൻ വമുഈനൻ വഹാഫിളാ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഇബാദത്തുകൾ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകണമേ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹീതമായ ഒരു ദിവസമാണ് യൗമുൻ നഹർ എന്ന് പറയുന്ന ഈ ഈദുൽ അദ്ഹ. ആകാശഭൂമികൾ തക്ബീർ ധ്വനികൾ കൊണ്ട് മുഖരിതമാവുകയാണ്. പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിൽ നിന്നും മഹാനായ നമ്മുടെ ആദർശ പിതാവ് ത്യാഗങ്ങളുടെ കനൽപാദങ്ങൾ താണ്ടി ജീവിതത്തിന്റെ മഹത്തായ ദൗത്യം പൂർത്തീകരിച്ച നമ്മുടെ ആദർശ പിതാവാണ്. ആ ആദർശ പിതാവിന്റെ ജീവചരിത്രം കേട്ടുപോകാനുള്ളതല്ല സഹോദരങ്ങളെ. ഖലീലുർ റഹ്മാന്റെ തൗഹീദും റിസാലത്തും അമാനത്തും നാം എപ്പോഴും കേൾക്കുന്നവരാണ്. എല്ലാം പ്രപഞ്ച സൃഷ്ടാവിന്റെ കൽപ്പനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട്
പൂർണ്ണമായും റഹ്മാനായ റബ്ബിൽ സമർപ്പിച്ച നമ്മുടെ ആദർശ പിതാവാണ് ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. തരിശുഭൂമിയിൽ ആരോരുമില്ലാതെ പ്രിയതമയെയും പ്രിയപ്പെട്ട മകനെയും വിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനക്കുത്തരം നൽകിക്കൊണ്ട് ഹിജ്റ പോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നോക്കിക്കൊണ്ട് പ്രിയതമ ഹാജർ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ ഇബ്രാഹിം അയ്ന തദ്ഹബു വതത്റുകുനാ ബിഹാദൽ വാദി അല്ലദീ ലൈസ ഫീഹി ഇൻസു വലാ ശൈ. എവിടേക്കാ പോകുന്നത് ഇബ്രാഹിം? തരിശുഭൂമിയാണല്ലോ, മനുഷ്യരില്ല, ജിന്നുകളില്ല. ഈ ഒറ്റപ്പെട്ട ഇടത്തിൽ വെച്ചുകൊണ്ട് എന്നെയും മകനെയും വിട്ടേച്ചുകൊണ്ട് എവിടെയാ പോകുന്നത് എന്ന് ചോദിക്കുന്ന പ്രിയതമ ഹാജർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം സ്മരിക്കുകയാണ്, ആവർത്തിക്കുകയാണ് ചോദ്യം. അവസാനം ഹാജർ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അല്ലാഹുല്ലദീ അമറക ബിഹാദാ, അല്ലാഹുവിന്റെ കൽപ്പനയാണോ ഇബ്രാഹിം? അല്ലാഹുവിന്റെ കൽപ്പനയാണോ? തിരിഞ്ഞു നോക്കിക്കൊണ്ട് പ്രിയതമയോട് പറയുന്ന മഹാനായ ഇബ്രാഹിം നബിയുടെ മറുപടി, അതെ അതെ ഹാജർ, അല്ലാഹുവിന്റെ കൽപ്പനയാണ് എന്ന് കേൾക്കുമ്പോഴേക്കും ഹാജർ റളിയല്ലാഹു അൻഹ മറുപടി പറയുകയാണ്, പോയിക്കൊള്ളുക ഇബ്രാഹിം, അല്ലാഹു ഞങ്ങളെ കാത്തുകൊള്ളും, അല്ലാഹു ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളും, അവൻ ഞങ്ങൾക്ക് മതിയായവനാണ്. ഹസ്ബിയല്ലാഹ്. ഇതാണ് സഹോദരങ്ങളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വാസികളെ പഠിപ്പിച്ച ഒന്നാമത്തെ പ്രബോധനം. തവക്കുലാണ് നമുക്ക് വേണ്ടത്. ജീവിതത്തിലെ ഏത് പരീക്ഷണ ഘട്ടങ്ങളിലും, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും, ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ എന്ത് തന്നെ പരീക്ഷണങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് തന്നാലും എന്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന് പറയുന്ന മഹദി ഹാജർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം സഹോദരങ്ങളെ. അങ്ങേയറ്റത്തെ പരീക്ഷണം നേരിട്ടു മഹാനായ ഖലീലുള്ളാഹ് ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ ഫഅതമ്മഹുൻ. പരീക്ഷണങ്ങൾ അങ്ങേ അറ്റമാണ്. ഇബ്രാഹിം അല്ലദീ വഫാ, കടമകളെല്ലാം പൂർത്തിയാക്കിയ ഇബ്രാഹിം, ആ ഇബ്രാഹിമിനെ ജനങ്ങൾക്ക് നേതാവാക്കി റഹ്മാനായ റബ്ബ് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അല്ലാഹുവിന്റെ ചങ്കായി റഹ്മാനായ റബ്ബ് സ്വീകരിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയെ മാതൃകയാക്കുവാൻ അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹുവിന്റെ കൽപ്പന, ഖുൽ സ്വദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫാ. അല്ലയോ പ്രവാചക, വിശ്വാസികളെ, സത്യം ചെയ്ത് റഹ്മാനായ റബ്ബ് പറയുകയാണ്, നിങ്ങൾ ഋജുമാനസ്കനായ ഇബ്രാഹിമിനെ അനുധാവനം ചെയ്യണം. വമാ കാന മിനൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടയാളല്ല ഇബ്രാഹിം. അല്ലാഹുവിൽ പൂർണ്ണമായും സമർപ്പിച്ച ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇടയാളന്മാരെ സ്വീകരിച്ചിരുന്ന ആ ജനതയോട് ചോദിക്കുന്ന ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇബ്രാഹിം ഈ മില്ലത്തിന്റെ അനുയായികൾ എന്നുള്ള നിലയിൽ സർവലോക സംരക്ഷകനായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചു വച്ചിരിക്കുന്നത്? 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിൽ നിന്ന് തുടങ്ങിയ മുദ്രാവാക്യമാണ് റബ്ബുൽ ആലമീനായ മഹാനായ അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ എന്താണ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്? ഇടലേറ്റം ചെയ്തുകൊണ്ടാണോ റബ്ബിങ്കിലേക്ക് അടുക്കുന്നത്? ആ റബ്ബിലേക്ക് അടുക്കുവാൻ നേർച്ചക്കാരുടെ ആവശ്യമുണ്ടോ? ആ റബ്ബിങ്കിലേക്ക് അടുക്കുവാൻ ഖബറാളികളുടെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഖണ്ഡനാടികളെക്കാളും സമീപസ്ഥനായ റഹ്മാനായ റബ്ബിങ്കിലേക്ക് അടുക്കുവാൻ, നമ്മുടെ ശ്വാസങ്ങളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ വായുവിനെ നിയന്ത്രിക്കുന്ന, നമ്മുടെ എല്ലാ മിടുപ്പുകളെയും നിയന്ത്രിക്കുന്ന ആ റബ്ബ് ചോദിച്ചതും ചോദിക്കാത്തതുമായ എത്ര അനുഗ്രഹങ്ങളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങൾക്കൊന്നും റഹ്മാനായ റബ്ബ് നമ്മോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഇബാദത്തുകൾ മാത്രം, പ്രാർത്ഥനകൾ, നേർച്ചകൾ മുഴുവനും അല്ലാഹുവിന് സമർപ്പിച്ചുകൊണ്ട് ആ റഹ്മാനായ റബ്ബിന് നന്ദി കാണിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകനോട് പഠിപ്പിക്കുകയാണ്. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. നൂഹ് നബി ചോദിച്ച ചോദ്യമാണ്. ഒരു ഗാംഭീര്യവും കാണുന്നില്ലേ റഹ്മാനായ റബ്ബിൽ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു. എന്റെ അടിയാറുകൾക്ക് ഞാൻ പോരെ എന്ന് അല്ലാഹ് ചോദിച്ച ചോദ്യം പ്രവാചകൻ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്.
അള്ളാഹുവിന്റെ ഖലീൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 4000 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചത് ഇന്നും പ്രസക്തമാണ് സഹോദരങ്ങളെ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ എല്ലാ അഭിലാഷങ്ങൾക്കും വിണ്ണിന്റെ അധിപതിയായ മണ്ണിന്റെ അധിപതിയായ ലോകശ്രദ്ധാവായ അള്ളാഹുവിനോട് തേടണം. ഇടയാളന്മാരെ വച്ചുകൊണ്ട്, അതാണ് മതമെന്നും പറഞ്ഞുകൊണ്ട് കബറാളികളോട് തേടിക്കൊണ്ടിരുന്ന അന്നത്തെ സമൂഹത്തോട് ഇബ്രാഹിം നബി ചോദിച്ച ചോദ്യമാണ്, ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ, നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മഹാന്മാർ പ്രാർത്ഥന കേൾക്കുമോ? ഔ യൻഫഊനകും ഔ യദറൂൻ, നിങ്ങൾക്ക് ഉപകാരം നൽകുമോ, ഉപദ്രവം നീക്കിത്തരുമോ? അവരുടെ മറുപടി ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫഅലൂൻ, മറുപടിയില്ല അവർക്ക്. അവർ പറഞ്ഞിരുന്ന മറുപടി ഇന്നിന്റെ സമൂഹം പറയുന്ന അതേ മറുപടി, ഖുർആനിന്റെ മറുപടിയല്ല, സുന്നത്തിന്റെ മറുപടിയല്ല. ഞങ്ങളെ വാപ്പമാർ ചെയ്തതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ കാരണവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഖബറാരാധനയാണ്, മഹാന്മാരോടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. തെളിവുകളില്ല, പ്രമാണങ്ങളില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പമാർ കാണിച്ചു തന്നതാണ് എന്ന് പറയുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞത് ഇന്നും ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദർശ നിലപാടിന്റെ ധീരതയ്ക്ക് കിട്ടിയ സമ്മാനമാണ് അള്ളാഹുവിന്റെ ചങ്കെന്നുള്ള, അള്ളാഹുവിന്റെ ഖലീൽ എന്നുള്ള ആ ഒരു അടയാളപ്പെടുത്തൽ. സഹോദരങ്ങളെ, വിയോജിപ്പുള്ളവരെ തടങ്കലിടുന്ന ഇന്നത്തെ ഭരണാധികാരികൾ നാം അറിയണം, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സഹോദരങ്ങളെ. വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന സമയങ്ങളിലെല്ലാം അന്നത്തെ ഭരണാധികാരികൾ മഹാനായ ഇബ്രാഹിം നബിയെ തുറങ്കലടച്ചിട്ടുണ്ട്, മഹാനായ ലൂത്ത് നബിയെ, മഹാനായ അയ്യൂബ് നബിയെ, മഹാന്മാരായ പ്രവാചകന്മാരെ സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ട്, സമൂഹം ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്, സമൂഹം ഊരുവിലക്കിയിട്ടുണ്ട്. അന്യസൂതം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നാം കണ്ടുകൊണ്ടിരിക്കുന്നുവല്ലോ സഹോദരങ്ങളെ, അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുന്ന എത്രയെത്ര മസ്ജിദുകളാണ് കപടന്മാരായിട്ടുള്ള ഭരണാധികാരികളുടെ ഇടപെടലുകളിൽ കൂടി. ഇതാ അവസാനം മധ്യപ്രദേശിലെ കമാൽ മൗല മസ്ജിദ് പോലും മുസ്ലിംകളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. എതിർ ശബ്ദങ്ങളെ അവർ ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന എത്രയെത്ര മസ്ജിദുകളാണ് അകാരണമായി കൊണ്ട് നീതിയുടെ വക്താക്കൾ എന്ന് പറയുന്നവർ പോലും അവർ എതിർപക്ഷക്കാർക്ക് അനുവാദം നൽകിക്കൊണ്ട് പൂജകൾ നടത്തുവാനുള്ള എത്രയോ സന്ദർഭങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. ഇത് തന്നെയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ധിക്കാരിയായ നമ്രൂദിന്റെയും തിട്ടൂരമെന്ന് നാം മനസ്സിലാക്കുക. വിയോജിപ്പുകളെ ഭയപ്പെട്ട നമ്രൂദ്, എതിർ ശബ്ദങ്ങളെ ഭയപ്പെട്ട നമ്രൂദ് അവസാനം അനുയായികളോട് പറയുകയാണ്, ഖാലിബ്നു ലഹു ബുൻജാന ഫൽഖൂഹു ഫിൽ ജഹീം, ചൂള പണിയുക, തീയിലേക്ക് വലിച്ചെറിയുക, ചുട്ടരിച്ചു കളയുക എന്ന് പറയുന്ന നമ്രൂദിന്റെ തിട്ടൂരത്തിന് മുമ്പിൽ ഈമാനിന്റെ ഗരിമയോടുകൂടി, വിശ്വാസത്തിന്റെ ശക്തിയോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജ്യം ഭരിക്കുന്നവർ എതിർ ശബ്ദങ്ങളെ വിയോജിപ്പോടെ കണ്ടാലും വിശ്വാസികളെ നമുക്ക് അത്താണ് എന്ന് പറയുന്നത്, നമുക്ക് അത്താണ് റഹ്മാനായ റബ്ബാണ്. മഹാന്മാരായ പ്രവാചകന്മാരെ രക്ഷപ്പെടുത്തിയ അല്ലാഹു ഇന്ന് ഹയ്യും ഖയ്യൂമാണ്. അവൻ നമ്മെ കൈവിടില്ല സഹോദരങ്ങളെ. ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഴ്ചകളിൽ 3ഉം 4ഉം ഡയാലിസിസ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരായ വിശ്വാസിനികളെ, അള്ളാഹു നമ്മെ കൈവിടില്ല സഹോദരങ്ങളെ. അള്ളാഹു നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ മഹാനായ റബ്ബ് തആല നമ്മുടെ കൂടെ തന്നെയുണ്ട് എന്ന് അറിയുമ്പോൾ വിശ്വാസികളെ നാം ആരെ ഭയപ്പെടണം? ഫിറഔനെ തകർത്തെറിഞ്ഞ മഹാനായ റബ്ബ് ജല്ല ജലാലഹു എത്രയെത്ര ധിക്കാരികളെയാണ് ചരിത്രത്തിന്റെ ചവട്ടുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ന് ലോകം അത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്രാഹിം നബിക്ക് അലൈഹിസ്സലാത്തു വസ്സലാം ഈ പരീക്ഷണങ്ങളെല്ലാം നേടിയിട്ടും അള്ളാഹിനോട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് സഹോദരങ്ങളെ. അതാണ് ഇന്നത്തെ ഈ ഖുതുബയുടെ ഈദ്ഗാഹിൽ നിന്നുകൊണ്ട് എന്നോടെന്ന പോലെ ഓരോ വിശ്വാസിനികൾക്കും നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. എന്തെല്ലാം പരീക്ഷണങ്ങൾ നേരിട്ടും ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട്
വിനയത്തോടുകൂടി നിന്ന് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, വലാ തുഹ്സിനീ യൗമ യുബഅസൂൻ, അല്ലാഹുവേ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ അപമാനപ്പെടുത്തല്ല അല്ലാഹ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം സഹിക്കേണ്ടി വന്നാലും നാളെ പരലോകത്ത് കോടാനുകോടി മനുഷ്യർ സമ്മേളിക്കുന്ന ആ മഹ്ശറയിൽ വെച്ചുകൊണ്ട് നാഥാ എന്നെ നീ അപമാനപ്പെടുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചത് നമ്മുടെ ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന് നാം മറന്നു പോകരുത് സഹോദരങ്ങളെ. ആ റബ്ബിന്റെ അടുക്കൽ നാം രക്ഷപ്പെടണമോ? ഇബ്രാഹിം നബി പരിചയപ്പെടുത്തുന്ന റഹ്മാനായ റബ്ബിന്റെ ആ പരീക്ഷണത്തിൽ നിന്നും നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ ഉപകാരപ്പെടാത്ത, ചങ്കുകളായ നമ്മുടെ മക്കൾ ഉപകാരപ്പെടാത്ത ആ ദിവസത്തിൽ ഉപകാരപ്പെടുന്നത് ഇല്ലാമൻ അല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി ആരാണോ റബ്ബിന്റെ അടുക്കൽ എത്തുക, കുറ്റമറ്റ ഹൃദയം സഹോദരങ്ങളെ, ഖൽബുൻ സലീം, സലീമുൻ മിനശ് ശിർക്ക്, ശിർക്കിൽ നിന്നും മുക്തമായ ഖൽബായിരിക്കണം. ഹുവ ഖൽബുൽ ഖാലി മിനൽ ബിദ്അത്തി, ബിദ്അത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഹൃദയമായിരിക്കണം. ശിർക്ക് കലരാത്ത, ബിദ്അത്ത് കയറാത്ത ആ ഹൃദയത്തോടു കൂടിയായിരിക്കണം ഖൽബുൻ സലീം എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. ശിർക്കിന്റെ നാട്ടിൽ ജീവിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ചെയ്യുന്ന ശിർക്കിൽ നിന്നെല്ലാം ഞാൻ ഒഴിവാണ്. വലാ അഖാഫു മാ തുശ്രികൂന ബിഹി ഇല്ലാ അൻ യശാ റബ്ബി ഷൈആ, നിങ്ങൾ പങ്കു ചേർക്കുന്ന ഈ ഇടയാളന്മാരുണ്ടല്ലോ, ഞാൻ ഭയപ്പെടുകയില്ല. ഞാൻ പടച്ച റബ്ബിനെ മാത്രമേ ഞാൻ ഭയപ്പെടുകയുള്ളൂ എന്നുള്ള ആ ധൈര്യവുമാണ് വിശ്വാസികളെ നമുക്ക് വേണ്ടത്. സ്നേഹനിധിയായ മകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിഗ്രഹ ആരാധകനായ, വിഗ്രഹം പണി ചെയ്തിരുന്ന പിതാവായ ആസരനോട് പോലും സ്നേഹത്തോടുകൂടി പറയുകയാണ്, മക്കളെ, വിദ്യാർത്ഥികളെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കരുണയാണ്, നമ്മുടെ തണലാണ്, നമ്മുടെ കരുത്താണ്. അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു മിനിറ്റ് പോലും തള്ളി നീക്കല്ല മക്കളെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ശിർക്കിന്റെ പ്രചാരകനായ ആസർ പിതാവിനെ വിളിക്കുന്നത് യാ അബത്തി, പൊന്നുവാപ്പാ, യാ അബത്തി, പൊന്നുവാപ്പാ, പൊന്നുപ്പാ എന്ന് സ്നേഹത്തിന്റെ ഏറ്റവും മധുരമായ വാക്കുകൾ കൊണ്ട് സ്വീകരിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് ചരിത്രം പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് സ്വഹാബികൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ആ ഇബ്രാഹിം നബി വിതച്ചത് കൊയ്തു എന്നാണ്. നമുക്കറിയുമല്ലോ, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആറ്റുനോറ്റുണ്ടായ പൊന്നാര മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൈപിടിച്ചു കൊണ്ടുവരികയാണ് മലഞ്ചെരുവിൽ. മോനെ, അല്ലാഹു എനിക്ക് സ്വപ്നം കാണിച്ചു തന്നിരിക്കുകയാണ്. ഇന്നി അറാഫിൽ മനാം അന്നി അദ്ബഹക ഫൻദുർ മാലാ തറാ, നിന്നെ കഴുത്തറക്കണമെന്നുള്ള ആ ഒരു സ്വപ്നം എന്തു പറയുന്നു മോനെ എന്ന് ചോദിക്കുമ്പോൾ നോക്കൂ സഹോദരങ്ങളെ, ശിർക്കായ പിതാവിനെ വാത്സല്യത്തോടുകൂടി വിളിച്ച ഇബ്രാഹിം നബി വിതച്ചത് കൊയ്യുകയാണ്. ആ പിതാവിനോട് മകൻ പറയുകയാണ്, പൊന്നുവാപ്പാ, മകൻ അറിയാം ജീവൻ നഷ്ടപ്പെടുകയാണ്, ഗളച്ഛേദം നടത്തുകയാണ്. എന്നിട്ട് പോലും ആ ഇബ്രാഹിം നബിയോട് പൊന്നുമകൻ പറയുകയാണ്, പൊന്നുവാപ്പാ, ചെയ്തു കൊള്ളുക വാപ്പാ, അള്ളാഹുവിന്റെ കൽപ്പന ശിരസാൽ വഹിക്കുക എന്ന് പറയുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഓർമ്മകളാണ് നാം ഉളഹിയ്യത്തായിട്ട് നാം പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾ ഇസ്മായിൽ നബിയുടെ മാതൃക പിൻപറ്റുക സഹോദരങ്ങളെ. നിരാശ ബാധിച്ച ആ ഒരു യുവതലമുറ അറിവല്ല തിരിച്ചറിവാണ് എന്നുള്ള ബോധം നമ്മുടെ മക്കൾക്കുണ്ടാകണം. അറിവിനെ കരുത്തായും കർമ്മത്തെ ധർമ്മമായും മക്കളെ നിങ്ങൾ കാണണം. നിങ്ങൾ കാരണമായി മാതാപിതാക്കൾ തലകുനിയരുത്, രണ്ടു ലോകത്തും തലകുനിയരുത്. നിങ്ങൾ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മക്കളെ, ഒരിക്കലും നിങ്ങൾ ഒരാളുടെ മുന്നിലും തലകുനിയവാൻ ഇടവരരുത്.
ചങ്കൂറ്റത്തോടുകൂടി നേരെ നിവർന്നുകൊണ്ട് നിലപാടോടുകൂടി ഇസ്തിഖാമത്തോടുകൂടി നിങ്ങളുടെ കോളേജുകളിൽ, സർവകലാശാലകളിൽ, അതുപോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നെഞ്ചൂക്കോടുകൂടി നിന്നുകൊണ്ട് ആദർശം പണയപ്പെടുത്താതെ ഇബ്രാഹിമി മില്ലത്ത് കാണിച്ചു തന്ന ആ മാതൃകയിൽ കൂടി വേണം സഹോദരങ്ങളെ നാം മുന്നോട്ട് പോകുവാൻ. വിദ്യാർത്ഥികളെ, മക്കളെ, മറന്നു പോകരുത് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥന. റബ്ബന റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. മാതാപിതാക്കളെ, നിങ്ങളും മറന്നു പോകരുത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ കൺകുളിർമ നൽകുന്ന മക്കളെ ഞങ്ങൾക്ക് നൽകണമേ, കൺകുളിർമ നൽകുന്ന ഇടകളെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് മാതാപിതാക്കളാണ്. സഹോദരങ്ങളെ, നാം ഇന്ത്യക്കാരാണ് എന്നുള്ള ആ ഒരു ബോധം നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, ധീരന്മാരായ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ചോരയും ജീവനും തൃണവൽഗണിച്ചുകൊണ്ട് മഹത്തായ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകിയ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ രാജ്യത്തിനെതിരായി സമുദായത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും അവന്റെ ശിരസ്സറുത്തുകൊണ്ട് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ധീരനായ രാജ്യത്തിന് വേണ്ടി മാതൃക കാണിച്ചു തന്ന നമ്മുടെ പൂർവ്വപിതാക്കളാണ് എന്ന് നാം മറന്നു പോകരുത്. സഹോദരങ്ങളെ, മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, അവരുടെ ഒരു ഉമ്മയുണ്ട്, ആബിദ ബീഗം. ഹജ്ജ് ചെയ്യുന്ന ആ സമയത്ത് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് എന്താണെന്നറിയുമോ? റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മക്കൾക്ക് നീ രാജ്യത്തിന് വേണ്ടി പടപൊരുതുവാൻ നീ തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നതാരാ? ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെപ്പോലെയുള്ള ഒരു പെണ്ണാണ്. മക്കൾ രാജ്യത്തിന് വേണ്ടി പടപൊരുതുവാൻ റബ്ബേ നീ തുണ നൽകണേ എന്ന് ആബിദ ബീവി കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ രാജ്യസ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാരന്റെ പാദസേവ പറ്റിക്കൊണ്ട് 5 വട്ടം മാപ്പെഴുതി കൊടുത്തവരുടെ പിൻഗാമികളല്ല വിശ്വാസികളെ. നമ്മുടെ ഓരോരുത്തരുടെയും ശിരസ്സുകൾ നാം കുനിയരുത്, ഒരാളുടെ മുന്നിലെയും നാം തലകുനിയരുത്. സഹോദരങ്ങളെ, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വിരുദ്ധമായത് ഒന്നും തന്നെ നമുക്കുണ്ടാകുവാൻ പാടില്ല. മസ്ജിദുകൾ തകർന്നാലും നമ്മുടെ എല്ലാ അഭിമാനത്തെയും ചോദ്യം ചെയ്യാനും രാജ്യത്തിന്റെ അഖണ്ഡതക്കെതിരായി, രാജ്യത്തിന്റെ ഐക്യത്തിനെതിരായി ഒരു വാക്കുപോലും നാം ഉരിയാടരുത് എന്ന് നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, അതാണ് നമുക്ക് മാതൃകയായി കാണിച്ചു തന്ന നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച തൗഹീദ് പോലെ, സുന്നത്ത് പോലെ, ജീവവായുവിനെ പോലെ കൊണ്ട് നടക്കേണ്ടതാണ് നമ്മുടെ കുടുംബ ബന്ധം. സഹോദരങ്ങളെ, കുടുംബ ബന്ധം വിച്ഛേദിച്ചുകൊണ്ടാണ് നമ്മുടെ ഈദ് മുസല്ലയിൽ വന്നുവെങ്കിൽ നമുക്കെല്ലാം വ്യർത്ഥമാണ്. സഹോദരങ്ങളെ, ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. അതുപോലെ നമ്മുടെ അയൽവാസ ബന്ധമെന്ന് പറയുന്നത്, യഹൂദിയാണോ നിന്റെ അയൽവാസിയെങ്കിൽ നീ ഉളഹിയ്യത്തിന്റെ വിഹിതം അവർക്കും നൽകണമെന്ന് പഠിപ്പിച്ച ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ചരിത്രം നമുക്കറിയാം. സഹോദരങ്ങളെ, മതേതരത്വവും മതനിരപേക്ഷതയും ബഹുസ്വരതയും നാം എന്നും കാത്തു സൂക്ഷിക്കണം. സഹോദരങ്ങളെ, വർഗീയമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഇടം പിടിക്കരുത്. സഹോദരങ്ങളെ, ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട 992 കാലഘട്ടത്തിൽ സമാധാനത്തിന്റെ വിത്ത് പാകിയ ഒരു രാഷ്ട്രീയ നേതാവിനെ മോശമായ വാക്കുകൾ കൊണ്ട് സ്വീകരിച്ച പല യുവാക്കളുണ്ട്, പല സംഘടനകളുമുണ്ട്. ഇന്ന് അവരെല്ലാം ആ മാതൃകയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ ഹുമയൂൺ കബീറുമാർ ചാരന്മാരായി ഈ സമുദായത്തിനെ ഒറ്റിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് വാർത്താ മാധ്യമങ്ങളിൽ കൂടി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ചേക്കുട്ടിമാരും മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേറവകാശം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നിന്റെ കാലഘട്ടത്തിൽ വിശ്വാസികളെ ശ്രദ്ധയോടുകൂടി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം. അരാഷ്ട്രീയമായ വാദികളാകരുത് നാം എന്ന് നാം മനസ്സിലാക്കുക. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുകയാണ്. ഈദ് മുസല്ലയിൽ നിന്നും പുറത്തു പോകുമ്പോൾ അല്ലാഹുവിന്റെ തക്ബീർ ഉച്ചരിച്ചുകൊണ്ട് അയ്യാമുൽ തശ്രീഖ്, ഞായറാഴ്ച അസർ വരെയും പ്രത്യേകമായ തക്ബീർ സുന്നത്താണ് എന്ന് നാം മറന്നു പോകരുത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞതാണ്, തസദ്ദഖൂ തസദ്ദഖൂ തസദ്ദഖൂ, നിങ്ങൾ സ്വർഗം നേടിയെടുക്കുവാൻ സ്വതക്ക ചെയ്യണമേ. പുരുഷന്മാരോട് പ്രത്യേകമായിട്ട് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ
നല്ല ഒരു സാമ്പത്തിക ചെലവ് വന്നിട്ടുണ്ട് സഹോദരങ്ങളെ. നിങ്ങൾ കാശ് ഇല്ലെങ്കിൽ QR കോഡിൽ സ്കാൻ ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങൾ ആ സ്വതക്കയിൽ പങ്കാളികളാകണം സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ആ സുന്നത്തിനെ എല്ലാം ജീവിതത്തിൽ ഇത്തിബാ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്തായ ഈ ഈദുൽ ഫിത്റിനെ ആഘോഷിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഉൾപ്പെടണം സഹോദരങ്ങളെ. കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ പെരുന്നാളിന്റെ വ്യതിരിക്തത എന്താണെന്ന് അറിയുമോ സഹോദരങ്ങളെ? കഴിഞ്ഞ ഓണത്തിന് 970 കോടി രൂപയുടെ മദ്യമാണ് കേരളീയർ കുടിച്ചത് എന്ന് ചരിത്രം പറയുകയാണ്. ക്രിസ്മസിന്റെ കണക്കും മോശമല്ല. 330 കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റഴിഞ്ഞത് എന്ന് മനസ്സിലാക്കണം. ദീപാവലിയിൽ ഇന്ത്യയിലാകെ 7000 കോടി രൂപയാണ് കത്തിച്ചാമ്പലാക്കിയത്. അതിൽ 500 കോടിയും കേരളീയരാണ് എന്ന് നാം മനസ്സിലാക്കുക. എന്നാൽ മുസ്ലിംകളുടെ 2 പെരുന്നാളുകൾ നോക്കൂ സഹോദരങ്ങളെ. ഈദുൽ ഫിത്റിന് ഏകദേശം 380 കോടി രൂപയുടെ ഫിത്ർ സക്കാത്താണ് അരിയായും മറ്റു വിഭവങ്ങളുമായും സഹോദരങ്ങൾക്ക് നാം നൽകിയത്. ഫ്ലെക്സുകളില്ല, ചിത്രങ്ങളില്ല, ഫോട്ടോകളില്ല. എല്ലാം റഹ്മാനായ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി എന്ന് മാത്രം നാം മനസ്സിലാക്കുക. എല്ലാ സമൂഹത്തിനും ആഘോഷങ്ങളുണ്ട്. നമ്മുടെ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് മഹത്തായ ഈ യൗമുൻ നഹറാണ്. കുടുംബ ബന്ധം വിളക്കി ചേർക്കണം സഹോദരങ്ങളെ. പരസ്പരം ഐക്യത്തോടുകൂടി നാം മുന്നോട്ട് പോകണം. 10 ദിവസത്തെ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടാണ് നാം ഈ പെരുന്നാൾ ആഘോഷത്തിന് ഇവിടെ എത്തിയത്. തുടർന്നു കൊണ്ട് പോകണം. ഇന്നലെ നാം അറഫ നോമ്പായിരുന്നു. ഇനിയും സുന്നത്ത് നോമ്പുകൾ അന്യസൂതം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എല്ലാ അറബി മാസത്തെ 13, 14, 15 അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്ത് നോമ്പുകൾ ജീവിതത്തിൽ പരമാവധി അനുഷ്ഠിക്കണം. ഐക്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, കുടുംബ ബന്ധം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുക. റഹ്മാനായ റബ്ബ് അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നീ സ്വീകരിക്കണം റബ്ബേ. അല്ലാഹുവേ, പ്രതികൂല കാലാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുത്തിയ റബ്ബേ, നിനക്കാണ് സർവസ്ഥിതിയും. എന്തുമാത്രം ആശങ്കയോടുകൂടിയാണ് ഞങ്ങൾ ഈ ഈദ് മുസല്ലയിലേക്ക് വന്നത്. ഞങ്ങളെ സഹായിച്ച അല്ലാഹ്, നിനക്കൊരായിരം ഹംദും ശുക്റും. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയൊക്കെ നീ മാറ്റിത്തരണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സുകളിൽ ശാന്തിയും സമാധാനവും നൽകണമേ. അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് ശാരീരികമായ വേദനകൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അതെല്ലാം തൃണവൽ കടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈദ് മുസല്ലയിലേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, നിന്റെ ഇഷ്ടത്തെ ചോദ്യം ചെയ്യുവാൻ ഞങ്ങൾക്കാകില്ല റബ്ബേ. എന്നാലും നിന്നോട് കെഞ്ചി പറയുകയാണ് അല്ലാ, പരീക്ഷണങ്ങളൊക്കെ നീ മാറ്റി നൽകണമേ അല്ലാ. ഈമാൻ ദുർബലപ്പെട്ടു പോകുന്ന വല്ലാത്ത പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്ത് കൃപ ചെയ്യണമല്ലാ. പ്രവാസ ജീവിതത്തിൽ അശാന്തിയോടുകൂടി നീങ്ങുന്ന ആ നാടുകളിൽ ശാന്തി നൽകണമല്ലാ, സമാധാനം നൽകണമല്ലാ. ബർസഖിയായ ലോകത്ത് ഞങ്ങളുടെ മാതാപിതാക്കൾ അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് നേരിട്ട് അവർ എത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, ഈ പ്രാർത്ഥനകളുടെ എല്ലാം പ്രതിഫലം നീ ആ ഖബറിൽ നീ എത്തിച്ചു കൊടുക്കണമല്ല. അല്ലാഹുവേ, അവർ ചെയ്ത പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കണമല്ല. അല്ലാഹുവേ, അവരോടൊപ്പം നീ ഞങ്ങളെയും സ്വർഗ്ഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടണമല്ല. അല്ലാഹുവേ, നിന്റെ പ്രവാചകനിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമല്ല. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ സന്തോഷത്തോടുകൂടി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ മേപ്പുരകളില്ലാതെ പോലും ഗസ്സയുടെ ചിത്രങ്ങൾ നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അല്ലാഹുവേ, ശാന്തി നീ നൽകണമല്ല, സമാധാനം നൽകണമല്ല. ഗസ്സയിലെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും ഐക്യവും പ്രദാനം ചെയ്യണമല്ല. അല്ലാഹുവേ, പ്രവാസ ജീവിതം നയിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ നീ ശാന്തിയും സമാധാനവും നൽകണമല്ല. ശിഷ്ടജീവിതം കുടുംബത്തോടൊപ്പം വന്നുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹുവേ, നീ അവർക്ക് തൗഫീഖ് നൽകണമല്ല. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമാധാനം നൽകണമല്ല. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ വ്യവഹാരത്തിൽ നീ ബറക്കത്ത് ചെയ്യണമല്ല. ഞങ്ങളുടെ കച്ചവടത്തിൽ നീ ബറക്കത്ത് ചെയ്യണമല്ല.
ആഫിയത്തുള്ള ദീർഘായുസ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമല്ല. പെരുന്നാളുകളിൽ പങ്കെടുക്കാതെ തക്ബീറുകളിൽ സാന്നിധ്യം അറിയിക്കാതെ വീടുകളിൽ കഴിയുന്ന ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാ, അവരുടെ പരിപ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണമല്ല. അവർക്ക് നീ ശാന്തത നൽകണമല്ല. അവർക്ക് നീ സമാധാനം നൽകണമല്ല. അല്ലാഹുവേ, ഇതിനു വേണ്ടി സഹായിച്ച സഹോദരങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണമല്ല. രണ്ട് ലോകത്തും അതിന്റെ പ്രതിഫലം നീ നൽകണമല്ല.